ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാം ബൈ ദൃശ്യ. ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ ചാനലിൻ്റെ പേര് പറയാറില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, എല്ലാവരും യൂട്യൂബ് തുടങ്ങുമ്പോൾ പേരാണല്ലോ ആദ്യം പറയണത്. വെൽക്കം ബാക്ക് ടു എൻ്റെ പേര് ഇനി വരും. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടോ, ഗാലറി ഗ്ലാം ബൈ ദൃശ്യ. അത് മാറ്റണോ വേണ്ടിയെന്നൊക്കെ കുറേ ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ആ പേര് തന്നെ കിടക്കട്ടെ എന്ന്. അതാണല്ലോ ഒരു വെറൈറ്റിക്ക് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എങ്ങും പോകാൻ നിൽക്കുമല്ല, ഞാനൊരു വീഡിയോ എടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. വീഡിയോ എന്ന് പറയണത്, ഈ സീരിയൽ നടിമാരൊക്കെ സാരി ഉടുത്ത് വീട്ടിലെ എല്ലാ പണിയും ഉറങ്ങുമ്പോൾ വരെ സാരി വിത്ത് പൊട്ടി എല്ലാം ഇട്ടുകൊണ്ടാണല്ലോ കിടക്കണേ. അപ്പം നമ്മളെ കൊണ്ടും സാധിക്കില്ലയോ എന്ന് അറിയണമല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓവർ പുട്ടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് വീട്ടിലെ ഒരുമാതിരി പണിയെ കഴിഞ്ഞെന്ന് വെച്ചാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വലിയ കറിയൊന്നും വെക്കണ്ട, ഇല്ലെങ്കിൽ അടിച്ചു വരണം, തുടങ്ങണം, പിള്ളേർ പോയി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ടോ കേട്ടോ. അപ്പം ഞാൻ ദേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കള കയറുകയാണ്. നമ്മൾ ടാസ്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റപാടി ഞങ്ങൾ 3 പേര്, അതായത് ഞാനും വിധുക്കുട്ടനും ദേവനും, ഞങ്ങൾ 3 പേരും കൂടി കുളിച്ച് റെഡി ആയി. ഞാൻ സാരി എടുത്തപ്പോൾ അവർ ചോദിച്ചു, അമ്മ എവിടെ പോകാമെന്നൊക്കെ ചേട്ടായും ചോദിച്ചു, നീ രാവിലെ ഉടുത്തൊരുങ്ങി എങ്ങോട്ടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാനൊരു വീഡിയോ എടുക്കാൻ പോകാമെന്ന്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി വട്ടാണെന്നൊക്കെ പറഞ്ഞു. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ടാസ്ക്കുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അവർക്ക് ദോശയ്ക്കുള്ള പരിപാടി നോക്കുവാണ്. ഞാൻ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അന്നേരം റവ തപ്പിയിട്ട് കണ്ടില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഗോതമ്പ് ദോശയാകുമ്പോൾ എല്ലാവരും കഴിച്ചോളും. പിന്നെ എനിക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഡയറ്റ് തുടങ്ങുമ്പോൾ ഇനി എന്നും രാവിലെയും രാത്രിയൊക്കെ ഗോതമ്പ് ദോശയായിരിക്കും, ജയിലിലെ പോലെയാണ്. അപ്പം ഞാനത് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കാനായിട്ട് പോയി കേട്ടോ. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ല കുഴകുഴാൻ നമ്മുടെ ഇഡലിയുടെയൊക്കെ മാവിൻ്റെ പരുവത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വേഗം അത് ചെയ്തു. ഞാൻ ചില സമയത്ത് തേങ്ങാപ്പീരയും പച്ചമുളകും വേപ്പിലയും പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാറുണ്ട്. അതാകുമ്പോൾ കറി വേണ്ട, കറി ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഇന്നലെ വെച്ചത് ചൂടാക്കാനായിട്ട് പോവുകയാണ്. അത് ഞാൻ കുക്കറിനകത്താണ്. ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇറച്ചിയൊക്കെ വെച്ചത് കുക്കറിനകത്താണ്. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ലല്ലോ, എളുപ്പപ്പണിക്ക് വേണ്ടിയാണ്. പക്ഷേ ടേസ്റ്റ് മറ്റേതാണെന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് ദേവൻ വഴക്കുണ്ടാക്കി തുടങ്ങി. ദേവനെ വിശക്കണം എന്ന് പറഞ്ഞാൽ കുറേ നേരമായി കുളിച്ചിട്ട്. ഇപ്പോൾ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർത്ത് അവനെ ദോശ കൊടുത്ത് സൈഡാക്കാമെന്ന്. അപ്പോൾ അവന് വേണ്ടി ആദ്യം ദോശ ഉണ്ടാക്കും കേട്ടോ. ഇങ്ങനെ എല്ലാം ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം എടുക്കണം കേട്ടോ. അതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം പോലെ കിടക്കണേ. അപ്പോൾ കറി ചൂടായി വന്നു. ചിക്കൻ കറി തിളച്ചിട്ടുണ്ട്. ചേട്ടായിക്ക് ഇവിടെ ചുമല കളർ ചിക്കൻ വെക്കണമെന്ന് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ചിയാ സീഡിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ പോവാണ്. എനിക്കറിയാം ചിയാ സീഡ് നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഇപ്പോൾ സമയം പോയതുകൊണ്ടും താമസിച്ചായതുകൊണ്ടും ഞാൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അങ്ങ് കഴിക്കും കേട്ടോ. പക്ഷേ എനിക്ക് വെയിറ്റ് കുറഞ്ഞു, 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10 ദിവസമൊന്നും ആയില്ല, എന്നാലും എൻ്റെ എനിക്ക് പെട്ടെന്ന് ഇത് ബോഡിയിലേക്ക് എഫക്റ്റ് ചെയ്യും കേട്ടോ. പെട്ടെന്ന് ചിലവർക്കത് പാടായിരിക്കും. അപ്പോൾ ഞാൻ ദോശ കഴിക്കുന്നത് വിധുക്കുട്ടൻ അവിടെ ഉണ്ട്. അച്ചാമ്മ ദേവന് വാരി കൊടുക്കണം. കൊച്ചു ടി വിയാണ് ഞങ്ങൾ വെച്ചിരിക്കണത്. ഇവിടെ ദേവനുണ്ടെങ്കിൽ പിന്നെ കൊച്ചു ടി വി വെക്കുള്ളൂ. ഞാൻ ചിയാ സീഡും ദോശയൊക്കെ കൂടി കഴിച്ചത് പാത്രം കഴുകാനായിട്ട് പോവാണ്. ചേട്ടായി ഏറ്റിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആ അടുപ്പ് നിറച്ചും ഈ അമ്മ ചൂടുവെള്ളം അരിയൊക്കെ വേവിച്ചതിൻ്റെ ചാര ഇങ്ങനെ പറന്ന് കിടക്കുക, സർപ്പക്കളം പോലെ. എനിക്കങ്ങനെ കിടക്കണം എന്ത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കിടക്കണേ. അപ്പം ഞാനത് എല്ലാം തൂത്തൊതുക്കി വൃത്തിയാക്കുവാണ്. എനിക്ക് അങ്ങനെ അടുപ്പും പാതകം നല്ല ക്ലീനായിട്ട് കിടക്കണം. ചാരം പോലും കാണല് കത്തിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ചൂടുള്ളതുകൊണ്ട് ഞാൻ ചാരം വാരിയില്ല. അടുപ്പേ ചൂടുവെള്ളം ഇരിപ്പുണ്ട്. അപ്പോൾ പാത്രവും കൂടി കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ കുന്നുപോലെ കൂട്ടിയിടുവാണെങ്കിൽ പിന്നെ എനിക്കും പാത്രം കഴുകാൻ മടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ വേഗം പാത്രം കഴുകി വെക്കുവാണ്. ഇത് രാവിലത്തെ പാത്രം കേട്ടോ. ഇന്നലെ ചിക്കൻ വറുത്തതും പിന്നെ അതിൻ്റെയൊക്കെ പാത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഞാൻ സോപ്പ് ഇട്ടൊന്നും കഴിയില്ല, വെറുതെ പാത്രം കഴുകിയിട്ട് അങ്ങ് വടിച്ച് കളഞ്ഞു. പാത്രം കഴുകി വന്നപ്പോൾ പൊരിഞ്ഞ് കത്തി ആവി എടുത്തപ്പോൾ ഞാൻ ഇവന്മാരുടെ കൂടെ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ് കിച്ചൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ്മാൻ വന്നിട്ട് എനിക്കെന്തോ കൊണ്ട് തന്നപ്പോൾ ചേട്ടായി എണീറ്റ് പല്ലൊക്കെ തേക്കാൻ പോകുന്ന നേരം ബിജുകൊച്ചൻ വന്ന് വാവച്ചി വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. കിച്ചൂട്ടി ആ പുറകെ പോയി. പിന്നെ ഞങ്ങൾ തനിച്ചായി. അപ്പോൾ അനുമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങ വാ എന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ആവി എടുത്ത് പുറമൊക്കെ ചൊറിഞ്ഞു തുടങ്ങി, ബ്ലൗസ് കുത്തി കയറുന്നുണ്ട്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുക. ചേട്ടായിക്കുള്ള ചായ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചായ തിളക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇടാൻ പോകും. ചേട്ടായി പാൽ ചായ ഒന്നും കുടിക്കില്ല, കട്ടൻ ചായ. അത് ഏൽക്കുമ്പോഴേ കട്ടൻ ചായ കൊടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് മടിയാണ്. ഉച്ചയായപ്പോഴാണ് കട്ടൻ ചായ. നമ്മൾ ധൃതി പിടിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കട്ടൻ ചായ വേണമെന്ന് പറയണം. അപ്പോൾ കട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചില നേരത്തെ കുടിക്കില്ല, ചിലപ്പോൾ കുടിക്കൂട്ടോ. കുടിക്കില്ലെന്ന് വെച്ചാൽ നമ്മൾ മടിക്കണോണ്ട് അപ്പോൾ വെക്കണ്ടെന്ന് പറയും, അതുകൊണ്ടാണ്.
സാരി ഉടുത്തിട്ടൊന്നും കുഴപ്പമില്ല, കുളിച്ച് കഴിഞ്ഞു ഉടുത്തപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ പയ്യെ ആവി എടുക്കാൻ തുടങ്ങി, ഇത്രയും സമയമായി പണിയൊക്കെ ചെയ്യുമല്ലേ, അപ്പോൾ ആവി എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചൂട് കട്ടൻ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ്. എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല, ഞാൻ മധുരം ഇട്ട് പാലും കട്ടനും ഒന്നും കുടിക്കില്ല. ചിലപ്പോൾ കട്ടൻ ചായ കുടിക്കും, കോഫിയാണെങ്കിൽ മധുരം ഇടും, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെ വരെയുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട്, ചിക്കൻ വറക്കണം, പിന്നെ ഒരു തോരൻ ഒരു തോരൻ എന്തെങ്കിലും വെക്കണം. പിന്നെ പിള്ളേരില്ല, പിള്ളേരിപ്പോൾ വാഴ്ച വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞില്ല അവധിയുള്ളപ്പോൾ അവരവിടെ പോകാറുണ്ട്, ഒന്നല്ലേ എൻ്റെ വീട്ടിൽ അല്ല അവരുടെ വീട്ടിൽ പോകാറുണ്ട്. പിന്നെ ചിരിപ്പിക്കാൻ വന്നു. പിന്നെ തോരൻ വയ്ക്കണം, പിന്നെ അടിച്ചു വരണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ ഐറ്റം ഇതാട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു ചുരിദാറാണ്, ടോപ്പാണ്. കണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ഞാൻ XXL സൈസാട്ടോ മേടിച്ചത്. കണ്ടോ, ഡബിളല്ല ത്രിബിളാണ് മേടിച്ചത്. എനിക്ക് XXL മതി. ഇനിയിപ്പോൾ കയറിയില്ലല്ലോ, ചിലപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം XXL എടുത്തിട്ട് ഉടലൊക്കെ ലൂസാണ്, പക്ഷെ കൈ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണിത്. ഇതിലൊരു ഹാങ്ങിങ് ഒക്കെ വരുന്നുണ്ട്, 2 സൈഡിലും ഉണ്ട്. അത് പ്യുവർ കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ. പിന്നെ അടിയിൽ ലേസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ത്രെഡ് വരുന്നുണ്ട്, ത്രെഡ് നൂല് കണ്ടോ, സിൽവർ കളറ്. ഞാൻ ഇട്ടിട്ടില്ല, ഇടണം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളർ. നല്ലൊരു വയലറ്റ് കളറാട്ടോ, നല്ല വയലറ്റ് എന്നല്ല എന്നെ പറയണേ കളറിനെ. അടിപൊളിയാണ്, സൂപ്പർ. ഇതിൻ്റെ ഒരു യെല്ലോ ഉണ്ട്. അപ്പോൾ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ ലിങ്ക് അയച്ചു തരാം. സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ്. കണ്ടോ, എനിക്ക് ചേരണില്ലേ, കണ്ടോ. ഈ ഒരു വെട്ടത്ത് കാണുന്ന കളറല്ല കേട്ടോ ഇതിന്. ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കാണിച്ചില്ലേ, ആ ഒരു കളറാണ്, സൂപ്പർ കളറാണ്. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു യെല്ലോ ഉണ്ട്, അതും കൂടി എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെ ഒരെണ്ണം തന്നെ 2 കളർ വേണ്ടല്ലോ. അപ്പോൾ മീഷോയിൽ സൂപ്പർ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് അപ്പോൾ മീഷോ ഡ്രസ്സ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നല്ല അടിപൊളിയാണ്, സൂപ്പറാട്ടോ. അപ്പോൾ ഞാൻ നേരെ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് അടുക്കളയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ചെടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് വെള്ളം ഒഴിച്ചില്ല, ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ ഇനി ചീഞ്ഞ് പോയാലോ എന്ന് പേടിച്ച് ഞാൻ ഇവിടെ നിറച്ചും കുപ്പിയൊക്കെ വെച്ചതാണ്. അതൊക്കെ പൊട്ടിയും പോയി, പിന്നെ ഇങ്ങനെ പാണ്ടൊക്കെ വീണ്, പിന്നെ പല്ലിയൊക്കെ കയറിയപ്പോൾ പിന്നെ ഞാൻ മാറ്റി വെച്ച്. പിന്നെ അത് ശ്രദ്ധിക്കാനും നേരമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിള്ളേരൊക്കെ ആയപ്പോൾ പിന്നെ അത് അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ അപ്പോൾ ഞാൻ തോരൻ വെക്കണമല്ലോ, തോരൻ എനിക്ക് മാത്രപ്പനൊക്കെ തോരൻ വേണം. അപ്പോൾ ഞാൻ വാടി തുടങ്ങിയായിരുന്നു ബീട്രൂട്ട്. ഇത് ഞാൻ പകുതി വെച്ചേക്കണമെന്ന് വെച്ചാൽ ഞാൻ ഫേസ് പാക്ക് ഇടാനായിട്ട് ബീട്രൂട്ട് എടുക്കാറുണ്ട്, അതിൻ്റെ ബാലൻസ് ആയിരുന്നു. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് ഓർത്ത് അവനെയും തട്ടി അതിനകത്തേക്ക്. പച്ചക്കറി മേടിച്ച് കംപ്ലീറ്റ് ഒക്കെ തീർന്ന് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മേടിക്കണം. ഇവിടെ പച്ചക്കറി പെട്ടെന്ന് തീരും, എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2-3 കറിയൊക്കെ 2 നേരമൊക്കെ ആയിട്ട് വെക്കണമുണ്ട്, എപ്പോഴും തീരും. പിന്നെ ഉരുളനൊക്കെ ദേവനൊക്കെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടാക്കാൻ വേണമല്ലോ, അതുകൊണ്ട് തീർന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ പോകണം. അപ്പോൾ വെളുത്തുള്ളിയും സബോളയും പച്ചമുളകൊക്കെ വേഗം റെഡിയാക്കുവാണ്. അവന്മാരില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ കഴുകിയിട്ടാണ് എല്ലാം കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് എല്ലാം കഴുകി വെച്ചേക്കുവാണ്. ചോപ്പറിൽ അരിയാം, പക്ഷേ ചോപ്പറിൽ അരിഞ്ഞാൽ ഇങ്ങനെ അരിയണ ഒരു ടേസ്റ്റ് കിട്ടിയല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാട്ടോ അരിയുന്നത്. ചോപ്പറിൽ എളുപ്പപ്പണി ചെയ്യാറുണ്ട്, ചോപ്പറിൻ്റെ കാര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുവാണ്. സബോളയൊക്കെ വേഗം അരിഞ്ഞ്. സബോള ഞാൻ വിരലോറയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ അരിയാനാണ് കംഫർട്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് അരിയണം. അമ്മ എപ്പോഴും വഴക്കിടും എൻ്റെ അമ്മ. അപ്പോൾ ബീട്രൂട്ടും അരിഞ്ഞേക്കാമെന്ന് വിചാരിച്ച് വേഗം അരിയാണ്. ഇനി മുട്ട ഉണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാറുണ്ട് കേട്ടോ, മുട്ട ഇല്ലായിരുന്നു, അതിന് പകരം തേങ്ങയാണ് ഇടുന്നത്. തേങ്ങ അല്ലെങ്കിൽ മുട്ട ഉണ്ടെങ്കിലും തേങ്ങ ഇടാറുണ്ട്. മുട്ട ഇടുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റും വേറൊരു ഫ്ലേവറുമാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. ചിലരൊക്കെ ഇടാറുണ്ടെന്ന് തോന്നണം, എനിക്ക് ചേച്ചി പറഞ്ഞു തന്നപ്പോൾ തൊട്ടാണ് ഞാനങ്ങനെ ചെയ്യണത്. നല്ലതാണ്, നല്ല ഭംഗിയിൽ കാണാനായിട്ട് അരിഞ്ഞു വെച്ചു. അപ്പോൾ ചേട്ടായിക്ക് വീണ്ടും ദോശ വേണമെന്ന് പറഞ്ഞു, വീണ്ടും അല്ല ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ കുറച്ച് പ്രകൃതി ഭംഗി കാണിച്ചേക്കാമെന്ന് കരുതി ഞങ്ങളുടെ മേളിലേക്ക് ജനലിൽ കൂടിയുള്ള കാഴ്ചകൾ കാണുവാണ്. അപ്പോൾ ആ ജാറിനകത്തേക്ക് വെള്ളം തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കാനായിട്ടും എണ്ണ ഒഴിച്ചു, അതേ കടുകിട്ടു. ബീട്രൂട്ടൊക്കെ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ.
ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ കുറച്ച് നേരം മൂടി വെക്കണം. ഇതൊക്കെ ഞാൻ വെക്കാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ബീട്രൂട്ട് എനിക്കിഷ്ടമാണ്. ബീട്രൂട്ട് തിന്നാലും ശരീരത്തിനും ഒക്കെ നല്ലതാണല്ലോ. അത് ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ചേരം കൂടി മൂടി വെച്ച് ആവി കയറ്റിയാൽ മതി. അപ്പോൾ തേങ്ങ ഇട്ടില്ലായിരുന്നു, സോറി, അത് മറന്നുപോയി. അപ്പോൾ തേങ്ങയും കൂടി അതിനകത്തേക്ക് ഇടണം കേട്ടോ. തട്ടി പൊട്ടി മൂടി അവനെ അങ്ങ് മാറ്റി വെച്ചേക്കണം. അവനോട് ഇരുന്ന് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ, പിന്നെ പണിയൊക്കെ കഴിഞ്ഞൊന്നുമില്ലല്ലോ, ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് വേഗം ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യാനായിട്ട് വലിയ അലക്കൂലത്താണ്. നമ്മൾ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്ത് പോകണതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ എന്തെങ്കിലും വീണ അപ്പം തന്നെ ക്ലീൻ ചെയ്യും. കുടിവെള്ളം തീർന്നല്ലോ, അപ്പം ഇച്ചിരിയും കൂടി കുടിവെള്ളം വെച്ചേക്കാമെന്ന് വിചാരിച്ച് വേഗം വീണ്ടും വെള്ളം വെക്കുവാണ്. ആ ജാറ് തീരുമ്പോൾ വെള്ളം വെക്കും. പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് കുടിച്ചോളും, ചൂടുമല്ലേ. ഇപ്പോൾ കുടിക്കണോണ്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ബീട്രൂട്ട് തോരൻ മാത്രമല്ലേ ഉള്ളൂ, അമ്മ നോൺ കഴിക്കില്ല, അമ്മ കഷായം കുടിക്കണോണ്ട്. അപ്പോൾ അമ്മ 5-6 കാന്താരി പറിച്ചുകൊണ്ട് വന്നപ്പോൾ കാന്താരി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് അമ്മ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. തോരനല്ലേ ഉള്ളൂ, പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ട്. ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ അത് ചെയ്യുവാണ്. ഞാൻ അമ്മയോട് പറഞ്ഞ ക്യാമറ അവിടെ ഇരിപ്പുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു എന്നെ കാണുമോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഞാൻ അന്നേരം പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ കിട്ടും, കാണുമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മയുടെ ചമ്മന്തിയും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത് അത് എടുക്കുവാണ്. പുളിയും കാന്താരിയും ഉള്ളിയും ഉപ്പും, പിന്നെ അത് അരച്ച് കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതിയല്ലോ. ദിവനാണവൻ സംഗതി. അത് കഴിഞ്ഞ് അമ്മ 12:30 ആകുമ്പോൾ ചോറുണ്ണും. അത് 12:30 ആയായിരുന്നു. അമ്മ ചോറെടുക്കുവാണ് ഉണ്ണാനായിട്ട്. അമ്മയ്ക്ക് ആ സമയം വരെ 1 മണി വരെ ഒന്നും പിടിച്ച് നിൽക്കുകയില്ല അമ്മ. അതുകൊണ്ട് വേഗം ചോറെടുത്തുകൊണ്ട് പോകാൻ ഞാനപ്പോൾ ചേട്ടായി കൊടുത്തതിൻ്റെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങ് കഴുകി വെക്കുവാണ്. ഇത് ബാബുച്ചിൻ്റെ പാലും കുപ്പിയാട്ടോ. വിതുക്കുട്ടനുണ്ടെങ്കിൽ ഇതിങ്ങനെ വെപ്പിക്കാൻ സമ്മതിക്കില്ല. അവനത് ഞെരിച്ചോടിച്ച് അടപ്പ് വേറെ കുപ്പി വേറെ ചളിക്ക് വെക്കും. ഇവിടെ കൊണ്ടുവന്ന ഒരു പാലും കുപ്പിയും തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റാറില്ല, അത് അവൻ എടുക്കും. ഇന്നിപ്പോൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. പുള്ളി വന്നതിന് മുമ്പ് ആവശ്യം അത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പഴിച്ച് വാരാനൊക്കെ നിന്ന് തുടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് ചേട്ടായി എണീറ്റ് വന്നിട്ട് ബെഡും ബായും ഒന്നും മടക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ ആ മുറി അടിച്ച് വാരി അതൊക്കെ വിതുക്കുട്ടൻ ഇന്നലെ രാത്രി ശൂശി വെച്ചുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ നേരത്തെ അലക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒന്നും ഒരു തുള്ളിയും ബെഡേ വീണുള്ളൂ. എന്നാലും ഞാനതൊക്കെ എടുത്ത് പിന്നെ ജെല്ലൊക്കെ തുറന്നിട്ട് മണമൊക്കെ ഉണ്ടായി പൊക്കോട്ടെ എന്ന് വിചാരിച്ച് മൂത്രത്തിൻ്റെ നിക്കറിട്ടുകൊണ്ട് പാമ്പേഴ്സ് മേടിച്ചില്ലായിരുന്നു. ഇപ്പോൾ വെയിലായതുകൊണ്ട് അവരങ്ങനെ മുള്ളാറില്ലായിരുന്നു. പിന്നെ എന്ത് പറ്റിയോ മുള്ളി, മൂത്രം ഒഴിച്ചു, സാരയില്ല എന്ന് വിചാരിച്ചു. പിന്നെ അത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞ ദിവസം തുടച്ച മുറിയല്ലേ, പിന്നെ ജനലിലൊക്കെ മാറാലേയും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ തുടക്കുവാണ്. എന്നും എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാനിങ്ങനെ തുടക്കാറുണ്ട്. ഇങ്ങനെ അടിച്ച് കാരണം കൂടെ ആ ജനലൊക്കെ തൂക്കാറുണ്ട്. എന്താണോ ഈ ഒരു മുറി മാത്രം ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ബ്ലൗസിൽ മറ്റേ എന്തൊരു പാടിരിപ്പണം, എനിക്ക് തോന്നുന്ന ചുക്കിരി വല്ലതും ആയിരിക്കും, അതോ ദോശമാവിൻ്റെ വല്ലതുമാണോ എന്ന് അറിയത്തില്ല. കുറേശ്ശെ അവിടെ പറ്റിയിരിപ്പുണ്ട്. അപ്പം ഞാൻ അത് അടിച്ച് വാരി ആ മുറി ക്ലീൻ ചെയ്തപ്പോൾ ചേട്ടായി ഫാൻ ഇട്ടിട്ടുണ്ട്. അതാണ് ആ ബന്തി കിടന്നിങ്ങനെ ആടുന്നത്. ഞാൻ ചേട്ടായോട് പറയുക ഞാൻ അടിച്ച് വാരണം കണ്ടില്ല എന്ന് ഓഫ്, എല്ലായിടത്തും ഫാൻ ഇട്ടേക്കുമായിരുന്നു. ഹാളിൽ 2 ഫാനും ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ചേട്ടായി ഇവിടെ നിന്ന് TV കാണുകൊണ്ട് ഞാൻ അടിച്ച് വാരി ഇനിയിപ്പോൾ തുടയ്ക്കാൻ പോവുകയാണ്. പിള്ളേരില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇച്ചിരി താമസിച്ചാലും. ഞാൻ കുറേ കഴിഞ്ഞിട്ടാട്ടോ തുടച്ചതെന്ന് വെച്ചാൽ കല്യാണം വിളിക്കാൻ വന്നായിരുന്നു. പിന്നെ ചേട്ടായുടെ കൂടെ വിജയുടെ ഒരു സിനിമ ഇരുന്ന് കുറേശ്ശെ കണ്ട്. അത് കുറച്ച് നേരം കഴിഞ്ഞാണ് ഞാൻ തുടക്കാനിരുന്നത്. 2 മണിയൊക്കെ ആയായിരുന്നു തുടച്ചപ്പോൾ. കുറേ ഞാനും അമ്മയും ചേട്ടായെ കൂടി ഇരുന്ന സിനിമ കണ്ട്, നല്ല സിനിമയായിരുന്നു. അപ്പോൾ അത് തുടയ്ക്കാൻ പോകണം. എന്നും തുടയ്ക്കണോണ്ട് വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ 2 ദിവസമായിട്ട് അവന്മാർ മിഠായും കാര്യങ്ങളൊന്നും അങ്ങനെ നിലത്തൊന്നും ഇട്ടിട്ടുമില്ല. അതുകൊണ്ട് വേഗം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. സാരി ഞാൻ വീട്ടിൽ കൊടുക്കണോണ്ട് മെനക്കൊന്നും അല്ല കൊടുത്തേക്കണേ, വാരി വലിച്ചൊക്കെ ചുറ്റിയേക്കുവാണ്. ആ മുറിയിലാരും കിടക്കാറൊന്നുമില്ല, എന്നാലും ആ മുറിയും തുടയ്ക്കും കേട്ടോ. എനിക്കത് തുടച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടായതുകൊണ്ട് എല്ലാ മുറിയും തുടയ്ക്കാറുണ്ട് എന്നും. ഇനി ഇപ്പോൾ വാതിക്കെ സിറ്റ് ഔട്ട് തുടച്ചാലും നമ്മൾ വിളക്ക് വെക്കാൻ നേരത്തെ ഒന്നും കൂടി തുടക്കാറുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം എങ്ങാനാണ് ഞാൻ തുടക്കണേന്നുണ്ടെങ്കിൽ മാത്രമേ തുടക്കാത്തുള്ളൂ കേട്ടോ. പിന്നെ മോപ്പുമായിട്ടാണ് എപ്പോഴും നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ഞാൻ അപ്പം തുടച്ച് ഇങ്ങനെ എടുക്കും. കുഞ്ഞു പിള്ളേരുള്ളതുകൊണ്ട് അവരെ അപ്പിയൊക്കെ ഇടുമല്ലോ. അപ്പോൾ പിന്നെ അപ്പിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ തുടച്ച് കഴിയുമ്പോൾ വീണ്ടും തുടയ്ക്കാറുണ്ട്.
ഡെറ്റോളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ അതേ ചിക്കൻ വറുക്കാനായിട്ട് പോവുകയാണ്. ചോറിന് സമയമായി. അപ്പോൾ ചിക്കൻ വറുക്കാൻ പോണ്. നല്ല മണമായിരുന്നു ചിക്കൻ വറുത്തിട്ട്. ഞാൻ പുതിനയിലയും മല്ലിയിലയും ഒക്കെ അരച്ച് പുരട്ടിയതിൻ്റെ ഒരു രക്ഷയില്ലായിരുന്നു. ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഹാളിൽ, അത്രയ്ക്ക് മണം. കണ്ട ചിക്കൻ ഞാൻ മറിച്ച് ഇടാനായിട്ട് ഓൾറെഡി മറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നൈറ്റി ഫ്രോക്കൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ്. ഇതാണ് ഒരു നേവി ബ്ലൂ കളർ, അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്തവണ കൂടുതലും നമ്മൾ ഈ കോളേജ് പിള്ളേർക്കും ഒക്കെ ഇടാൻ പാകത്തിനാണ് തയ്ച്ചേക്കണത്. അവർക്കാകുമ്പോൾ അടിയിലൊരു ഷോർട്ട്സൊക്കെ ഇട്ടാൽ മതിയല്ലോ. നേരത്തെ നമ്മൾ വേറെ പീസൊക്കെ വെച്ച് തയ്ക്കുമായിരുന്നു, ബേബി നെക്ക് അല്ലാത്ത മോഡലൊക്കെ. അപ്പോൾ ഇത്തവണ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഓണത്തിന് നമ്മൾ കുറച്ചും കൂടി മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ എടുത്തത് അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല. നൈറ്റി ഫ്രോക്കിന് നല്ല ചിലവുണ്ടായിരുന്നു നമുക്ക്. നമ്മൾ 385 കൊടുക്കണത്. ദൂരേക്കൊക്കെ അയക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ട്. ചിലർ പറയും നമ്മുടെ കൈ റേറ്റ് കൂടുതലാണ്, പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും റേറ്റ് ആയി വരുന്നുണ്ട്. റേറ്റും ഉണ്ട് ഇതിന്, നൈറ്റി ഫ്രോക്കിന്. നമ്മൾ ഓരോ മോഡലിനുമാണ് അതൊക്കെ. ഫീഡിങ്ങിനും ഒക്കെ നമ്മൾ ഈ ഒരു റേറ്റാണ് മേടിക്കുന്നത്. ചിലർ ഫീഡിങ്ങിനൊക്കെ റേറ്റ് കൂടുതൽ മേടിക്കാറുണ്ട്. എന്ത് കഴിഞ്ഞാലും 385 കൊടുക്കണത്. അതിൻ്റെ വേറൊരു മോഡലാട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഡ്രസ്സിനോട് ഇച്ചിരി ഭ്രാന്ത് കൂടുതലുള്ളതാണ്, ക്രൈസൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ ഇതൊക്കെ തയ്ച്ച് വരുമ്പോൾ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. കണ്ട ഈ ഒരു കളർ നല്ല തത്തപ്പച്ച കളറാട്ടോ. പിന്നെ വയലറ്റ്, റോസ്, അങ്ങനെ ഒരുപാട് കളറുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ട് ഓണത്തിൻ്റെ കളക്ഷൻ എടുത്തിട്ട് 3ാമത്തെ ട്രിപ്പാണ്. നമ്മളിപ്പോൾ നൈറ്റി ഫ്രോക്ക് 10, 50, 60 പീസോളം നമ്മളിപ്പോൾ മൊത്തം എടുത്തിട്ടുണ്ട്. കണ്ടോ കുഞ്ഞു കുഞ്ഞു പൂവൊക്കെ ആയിട്ട്. എനിക്ക് ലൈറ്റ് കളറാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിലാണ് ചിലവർ ഡാർക്ക് കളർ എടുക്കാറുണ്ട്. എനിക്ക് ലൈറ്റ് കളേഴ്സിനോടാണ് കൂടുതലും താല്പര്യം കേട്ടോ. മുഖത്ത് എല്ലാവർക്കും ഇട്ടാലൊക്കെ ചേരുന്നത് ലൈറ്റ് കളറാണ്. ഈ മോഡലൊക്കെ കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ അടിപൊളിയാണ്. നൈറ്റി ഫ്രോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കണേ നൈറ്റി കൊണ്ടുള്ള എന്തോ ആണ്. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ അറിയത്തില്ലല്ലോ ഇതെന്താ സംഭവമാണ്. ഇപ്പോഴല്ലേ കൂടുതലും ആയി വരുന്നത്. ചിലതൊക്കെ മോഡലൊക്കെ നമുക്ക് വെളിയിലേക്കൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോകാം കേട്ടോ. ഞാൻ ഇട്ടുകൊണ്ടൊക്കെ പോകാറുണ്ട്. ഇതൊക്കെ നല്ല ഗ്രീനാണ്. ഫോണിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴാണേലും വീഡിയോ എടുക്കുമ്പോഴാണേലും വേറൊരു കളറായിട്ടേ കാണുള്ളൂ. നേരെ ഡയറക്റ്റ് കാണുമ്പോഴാണ് ഇതിനൊക്കെ നല്ല കളറാണ്, നല്ല ഭംഗിയാണ്. ഇത് കരിമ്പച്ച കളറാട്ടോ. അതിൽ നമ്മൾ വേറൊരു പീസ് വെച്ച് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. കയ്യിലും ഉണ്ട് ആ പൈപ്പിങ്. ഇത് വയലറ്റ് ആട്ടോ. ആദ്യം കാണിച്ച റോസ്. ഇതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ബാച്ച് അടിച്ചപ്പോൾ. ഇപ്പോൾ ഇതൊരു വയലറ്റിൽ പർപ്പിൾ കളറിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ. പർപ്പിളല്ലേ ഈ കളർ? അതേന്ന് തോന്നുന്നു. അത് വയലറ്റാണ്. ഇനി ഇതൊരു റോസ്, ഡാർക്ക് റോസാട്ടോ. ഇതൊരു മാച്ച് ആൻഡ് പീസായിരുന്നു. നമ്മളത് ഒറ്റയായിട്ടാണ് മാച്ച് ഇത് തയ്ച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ഫ്രോക്ക്. ഇത്രയാണ് ഇപ്പോൾ തയ്ച്ച് വന്നേക്കണം. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ മറിച്ചൊക്കെ ഇട്ട് ഇനിയിപ്പം ഇറച്ചി വറുത്തതും ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടാണ്. നമുക്ക് ചോറുണ്ണാനായിട്ട് ഞാനിരുന്നു. ഏട്ടായിക്ക് പിന്നെ മതിയെന്ന് പറഞ്ഞു. എനിക്ക് വിശന്നിട്ട് മേലായിരുന്നു. 2, 2:30, 3 ആയിട്ടുണ്ട്. ഈ സമയമാവും തിന്നുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ. അപ്പം അതേ ചിക്കൻ വറുത്തതൊക്കെ ആയിട്ട് ഞങ്ങൾ ചോറുണ്ണാനായിട്ട് ഇരുന്നു. ഞാൻ കഴിച്ചു കേട്ടോ. ചേട്ടായി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. അമ്മ നേരത്തെ 12 മണിയൊക്കെ ആയപ്പോൾ കഴിച്ചായിരുന്നല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീറ്റു. സമയം 5:10 അപ്പോൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ സാരി ഉടുത്ത് വൈകുന്നേരം വരെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കണേ. പക്ഷേ ഇപ്പം തന്നെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഇത് ജോർജറ്റിൻ്റെ സാരി ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ബ്ലൗസിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നതുകൊണ്ട്
അത് കുത്തി കയറുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇപ്പോൾ എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ എടുക്കുന്നുണ്ട്. ആവിയും കൂടി ഈ ചൂടാകുമ്പോൾ എനിക്ക് മേല് ചൊറിഞ്ഞു പിടിക്കും. അപ്പം അതുകൊണ്ട് പിന്നെ എല്ലാം അലക്കിയിട്ടില്ല. അലക്കിയാന്ന് വെച്ചാൽ സാരി കുറച്ച് ഇറക്കി കൊടുത്തതുകൊണ്ട് അലക്കുമ്പോൾ അവിടെ ആ വേസ്റ്റൊക്കെ പറ്റി നല്ല സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടാസ്ക് മാത്രം ഞാൻ ഏറ്റെടുത്തിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 5 മണി വരെ എന്നാണ് 5 മണി വരെ ഉടുത്ത് നിൽക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പം തന്നെ പുകഞ്ഞിട്ടൊരു രക്ഷയില്ല. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സൈഡിലുള്ള ബെൽ ബട്ടൺ ഞെക്കിയിട്ട് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോസ് ഡെയിലി ഇടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇടാനുള്ള സമയവും സൗകര്യവും കണ്ടന്റും കിട്ടാത്തതുകൊണ്ടാണ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ